എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വപ്നവല്ലി ഇഷിതേനെ ഐസിയുലേക്ക് കയറാൻ സമ്മതിച്ചില്ല. അങ്ങനെ വലിയ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഇഷിത എന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ കാര്യങ്ങളൊക്കെ ആക്കത്തെ നല്ല ഭംഗിയായിട്ട് ചെയ്താൽ മതി, ഞാനിവിടെ പുറത്ത് വെപ്പുണ്ടായിരിക്കും, എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. പിന്നീട് ഇഷിതയെ നോക്കാനായിട്ട് ഐസിയുലാക്കി ആ ഡോക്ടർ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മഹേഷ് എന്നിട്ട് സ്വപ്നവല്ലിയോട് പറഞ്ഞു, അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കണേ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് ചിന്ത അമ്മയ്ക്കില്ലേ, ഇഷിത ഡോക്ടറാണ് ഇവിടുത്തെ, അവൾ എന്ത് ഡോക്ടർ വേണമല്ലോ ആയിക്കോട്ടെ. എനിക്ക് ഇവളെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ എന്താ വരുന്നറിയോ, മനസ്സിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. മനസ്സിൻ്റെ മോൾക്ക് സംഭവിച്ച ദുരന്തം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളകത്തേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും ജീവനുണ്ട് എൻ്റെ മോൾക്ക്, അതും കൂടെ പിന്നീട് ഇല്ലാതാവും. ഞാനായിട്ട് അങ്ങനെ ചെയ്തില്ല, ഒരു കാരണവശാലും ഇവളെ അകത്തേക്ക് ഞാൻ വിടില്ല. എനിക്ക് എൻ്റെ മോളുടെ ജീവൻ വേണം, ഇത്തിരിയെങ്കിലും ജീവൻ അവൾക്കുണ്ടെങ്കിൽ അവൾ ജീവനോടെ ഇത് തിരികെ വന്നോട്ടെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത മഹേഷിനോട് പറഞ്ഞു, ഞാനിപ്പുറം മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് മാറി നിൽക്കുവാണ്. ആ സമയം രചന നല്ല കട്ടക്കൽപ്പിലാണ്. രചനയുടെ അടുത്തേക്ക് ആകാശ് വന്നു കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ആകാശ് പറഞ്ഞേ, എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവരുമെന്ന്, എന്നിട്ട് ഇപ്പം എന്തായി, പരാതിയൊക്കെ കൊടുത്ത് വെറുതെ ആയി പോയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടിപ്പോൾ ആകാശ് പറഞ്ഞു, നിന്റെ മോൾ ഇതുപോലത്തെ ഒരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ മോൾ എന്താ കാണിച്ചു വെച്ചത്, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ട് അവൾ പോയി പാത്തിരിക്കും എന്നുള്ള കാര്യം, അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൾ അങ്ങനെ ഒളിച്ചിരിക്കുമെന്ന്. അപ്പം ആകാശ് എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നിന്റെ മോൾ ഇപ്പോഴേ തന്നെ തരികിടയെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, അതെൻ്റെ കുഴപ്പമില്ല, നിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞതേ, ആകാശം അനാവശ്യം പറയരുത്, എൻ്റെ മോളെ അടുത്തെത്തിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്കാൻ പറയണം. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴാണെങ്കിൽ നല്ലൊരു അവസരമായിരുന്നു, അതാണ് പോവുകയും ചെയ്തില്ലേ, നിന്റെ മോളായിട്ട് അതെല്ലാം തകർത്ത് കളഞ്ഞു, എനിക്കിനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, ആകാശിനൊന്നും ചെയ്യാൻ പറ്റില്ല പോലും. ആകാശിന് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നേ, എനിക്ക് എൻ്റെ മോളെ കിട്ടിയേ മതിയാവുള്ളൂ. ഇപ്പം തന്നെ ആദിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവൻ എന്നെക്കാളും താല്പര്യം ഇപ്പം ആ ഇഷിതയോടാണ്, ഡോക്ടർ ഇഷിതയോട്. എന്ത് പറഞ്ഞാലും ഒരു ഇഷിതയുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇഷിതേനെ അകത്താക്കിയാൽ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ് ചോദിക്കും. അതെങ്ങനെ? ആ SI ജോർജിന് അറിയായിരുന്നു ഇഷിത തെറ്റും ചെയ്തിട്ടില്ലെന്ന്, പിന്നെ അയാൾ മനഃപൂർവ്വം അകത്താക്കിയത് തന്നെയാ. പക്ഷെ അവിടെയും വന്നാൽ വിനോദ് രക്ഷിച്ചില്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നോട് ദേഷ്യപ്പെട്ട് നീ കാര്യമില്ല രചന എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ തൽക്കാലത്തേക്ക് പറ്റില്ല എന്ന് പറയണം. അവളെ ഞങ്ങളുടെ അകത്താക്കിയതിന് ശേഷം അവൾ പുറത്തിറങ്ങാതെ വേണമെങ്കിൽ മീഡിയക്കാരെയൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു, അതിനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ എന്ന് പറയണം. ആകാശ് പറഞ്ഞു, മീഡിയക്കാരെ വിളിക്കുമ്പോൾ അവരാരാ എന്താണെന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഡോക്ടർ ഇഷിതയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളേ, നീ പറയുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും അവളെ ലോക്കപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അല്ല നിങ്ങളല്ലേ പറഞ്ഞേ എന്തോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ, എന്നിട്ടിപ്പോൾ എന്തായെന്ന് ചോദിച്ചിട്ട് രചന ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ആകാശ് SI ജോർജിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, ആ കൈലാസിൻ്റെ കേസ് എന്തായിടോ എന്ന് ചോദിക്കുക. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകണമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് എന്നെ ഒന്ന് പറയണം, കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറയണമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. ചില കാര്യങ്ങളൊക്കെ ആകാശ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഈ സമയത്ത് ഇഷിതയുടെ അടുത്തേക്ക് മഹേഷ് ചെല്ലുവാണ്. മഹേഷ് എന്നിട്ട് പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണെന്നറിയാലോ, അമ്മ ആകെപ്പാട് ടെൻഷനാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണം. സാരമില്ല മഹേഷേ, ഞാൻ എന്താണല്ലോ അനുഭവിക്കേണ്ടത് ഇത്, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഡ്യൂട്ടി ഉണ്ടെന്നല്ല പറഞ്ഞേ, ഡ്യൂട്ടിക്ക് പോലെ ഇറങ്ങാൻ തുടങ്ങുമല്ലായിരുന്നോ, നീ ഡ്യൂട്ടിക്ക് ഇറക്കിയോ, ഇവിടെ വെറുതെ നിൽക്കേണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞേ, അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സ്കൂളിൽ ആദിയുടെ അടുത്തേക്ക് ആദിയുടെ ഫ്രണ്ട് വരുവാണ്. ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ ബാഗിനകത്ത് ആ ചോക്ലേറ്റിൻ്റെ കവർ ഒളിപ്പിച്ച് ആരാന്നറിയാവോ, അതാ കിരണാന്ന് പറയണ, SIയുടെ മോനാന്ന് പറയണ. കിരണോ? അവനെന്തിനാ? അവനെ മനഃപൂർവ്വം നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്താന്ന് പറയണം. അപ്പോഴേക്കും കിരണും കൂട്ടാളികളും കൂടെ എത്തുവാണ്. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എന്നിട്ട് ചോദിച്ചു, അല്ല നീയൊക്കെയാണ് എൻ്റെ ബാഗിനകത്ത് ചോക്ലേറ്റ് കവർ ഒളിപ്പിച്ച് വെച്ചതെന്ന് ചോദിക്കുക. അതെ, നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എടാ മേലാൽ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യൂടാ, ഞാൻ SIയുടെ മോനാന്ന് പറയാ, നീ ഏത് SIയുടെ മോനാണെങ്കിലും എനിക്കെന്താടാ, എൻ്റെ വീട്ടിലുണ്ടാ ഇതിനേക്കാളും വലിയ ആൾക്കാരൊക്കെ, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട, അവരുടെ മുന്നിൽ നിന്റെ അച്ഛൻ ഇങ്ങനെ സല്യൂട്ട് അടിക്കുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, പിന്നെ സല്യൂട്ട് അടിക്കാൻ പോലും, അല്ല ഞാനത് ചോദിച്ചോട്ടെ, നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമൊക്കെ സഹിച്ചില്ല, നീ എന്താടാ പറഞ്ഞേ, നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന്, നമുക്കൊക്കെ ഒരാളല്ലേ ഉള്ളൂ, ഇവന് 2 ഡാഡിമാരുണ്ട്, ഇവിടെ സ്കൂളിൽ വിളിപ്പിക്കുമ്പോൾ വരുന്ന കണ്ടില്ല, 2 ഡാഡിമാരെ ഇവന് വരുന്നേ, നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യനെ കളിയാക്കുവാണ്. ആദ്യം പറഞ്ഞ് നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ചെന്നിട്ട് അവിടെ മൂക്കിനിട്ട് ഒറ്റ ഇടിയിടിക്കണം. മൂക്കിൽ കൂടെ
ബ്ലഡ് കുടുകൂടാന്ന് ഒഴുകി. ആദ്യം അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും അതൊരു കൂട്ടുകാരൻ പറഞ്ഞ് നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ അവൻ ചോദിച്ച ചോദ്യം കേട്ടില്ലെന്ന് ചോദിക്കണം. അപ്പോഴേക്കും കിരൺ അയ്യോ പൊത്തെന്ന് കിടന്ന് അല്ലറി കരയാണ്. കുട്ടികൾ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി ഓടിപ്പോയി അങ്ങോട്ട്. ഇപ്പം തന്നെ പ്രിൻസിപ്പളിനെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയം ഇഷിതയുടെ അടുത്തേക്ക് നേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഡോക്ടർക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറയണം. അത്യാവശ്യമായിട്ട് പറഞ്ഞ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. പിന്നെ ഇഷിത അങ്ങോട്ടേക്ക് പോകണം. ചെന്ന് കഴിയുമ്പോഴത്തേനും ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുന്ന കിരണിയാണ് കാണുന്നത്. ഈ സമയം സ്റ്റീഫൻ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇഷിത എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ, ഇവിടെയൊക്കെ വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് മുഖത്തൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. അവിടെയൊക്കെ വേദനയുണ്ട്, നല്ല തലവേദന ഉണ്ടെന്ന് പറയണം. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു, അതെ എക്സ്റേ എടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അതെ പേടിക്കാനൊന്നുമില്ല, എക്സ്റേക്ക് എടുത്ത് നോക്കട്ടെ. സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും. അത് ഞാനല്ല അവനെ ഉണ്ടാക്കിയെന്ന് പറയും. അവനെൻ്റെ മൂക്കിനിട്ട് ഇടിച്ചാന്ന് പറയണം. സാരല്ല റെസ്റ്റ് എടുക്കുക. അല്ല ആരുടെ ഒപ്പം വന്നതെന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേരൻസ് വന്നിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ഇഷിത അവരെ കാണാനായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ഇഷിതയെ കണ്ടതും SI സുഗതനും ഇന്ദുലേഖ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അവർ കിരണിൻ്റെ അച്ഛനും അമ്മയാണ്. പിന്നീട് ഇഷിതയെ കണ്ട് ഇഷിത ഡോക്ടറാണ് എന്നെ മനസ്സിലായെന്ന് ഇന്ദുലേഖ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത ഞാൻ മനസ്സിലായി, നമ്മൾ 2-3 വർഷത്തിന് ശേഷമല്ലേ വീണ്ടും കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ 2-3 വർഷത്തിന് ശേഷമാണെന്ന് പറയണം. അല്ല ഇതെന്താ ഇവിടെ എൻ്റെ മോനെ കിരൺ എന്ന് ആണോ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയതാന്ന് പറയണം. സുഗതം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്രോഡ് ചെക്കന് ഇവനെ പിടിച്ച് തല്ലിയതാന്ന് പറയണം. ഊട്ടിയിലെ ഏത് സ്കൂളിൽ നിന്ന് വന്നാന്ന് പറയണേ. ഊട്ടിയിലെ സ്കൂളിലോ? അതെ. അല്ല അവൻ്റെ പേരെന്താന്ന് ചോദിക്കണം. ആദ്യമോ മറ്റോ അങ്ങനെയെന്നാ അന്ന് ഇന്ദുലേഖ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇഷ്ടത്തെ ഇങ്ങനെ ആലോചിച്ചു. ഇനിയിപ്പോൾ ആദി അത് മഹേഷിൻ്റെ മോനായിരിക്കുമോ? പിന്നീട് ചോദിച്ചു, അല്ല ആദിയുടെ പേരൻസിൻ്റെ നെയിം വല്ലതും അറിയാമെന്ന് ചോദിക്കണം. അത് പിന്നെ ഒരു ഫ്രോഡില്ലേ ഇവിടെ സിറ്റിയിലുള്ള ആകാശ് മേനോന്. അവൻ്റെ അവൻ കൊണ്ടു നടക്കുന്നൊരു ഭാര്യയുണ്ട്. അവൻ്റെ ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല, കൊണ്ടു നടക്കുന്നൊരു സ്ത്രീയാണ്. അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ മോനാണ് ഈ പറയുന്നത് ആദി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയിൽ വല്ലാത്തൊരു ഞെട്ടുണ്ടായി. ഇഷിത പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മോനുണ്ടല്ലോ അതാരാന്നറിയാമെന്ന് ചോദിക്കണം. എൻ്റെ ഭർത്താവ് മഹേഷ് ചന്ദ്രൻ്റെ മോനാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടി. ഈ സമയം സുഗതം പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയണം. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, കേസ് കൊടുക്കരുത് എന്ന് പറയണം. കാരണം ആദിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഈ പറയുന്ന മഹേഷും രചന സെപ്പറേറ്റഡ് ആണ്. കുട്ടികളെ 2 കുട്ടികളുണ്ട്. ചിപ്പീനെ മഹേഷിനെ കിട്ടി, ആദിനെയും രചനയും കൊണ്ടുപോയെന്ന് പറയാം. ഈ സമയത്ത് ഇന്ദുലേഖ പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് ചോദിക്കണം. അല്ല അവരുടെ അമ്മയ്ക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, രചനയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, രചന അങ്ങനെ ആദിനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. പിന്നെ മഹേഷിൻ്റെ കാര്യം അറിയാലോ, പ്രതികാരം ചെയ്യാൻ മഹേഷിൻ്റെ അല്ല ആകാശിൻ്റെ കാര്യം അറിയാലോ, പ്രതികാരം ചെയ്യാനായിട്ടാണ് അയാളെ കുട്ടീനെ ഉപയോഗിക്കുന്നത്. മഹേഷിനോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് ആദിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓരോന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുത്ത് അവൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി ഇറക്കുന്നു. അതുപോലെ തന്നെ അവൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുക. രചന അതുപോലെ തന്നെയാണ് അവൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരാതി കൊടുക്കരുത്, പരാതി കൊടുത്ത് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഇത് ആദിയുടെ ജീവിതം നശിക്കാനായിട്ട് കാരണമാവും. നമ്മളായിട്ട് അവൻ്റെ ഭാവി നശിപ്പിക്കരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അധികം വൈകാതെ തന്നെ ആദ്യം കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് മഹേഷിൻ്റെ ആഗ്രഹം. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. സ്വന്തം മോനെപ്പോലെ ഞാൻ അവനെ നോക്കും, എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഒരുപക്ഷെ നിങ്ങൾ കാരണം അവൻ്റെ ജീവൻ രക്ഷപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്നൊക്കെ അവിടെ രണ്ടുപേരോടും പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖ പറഞ്ഞു, പ്രിൻസിപ്പൾ എന്തായാലും TC ഒക്കെ എഴുതി വെച്ചിരിക്കുക പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഇനി നിങ്ങളുടെ കൈകളിലാണ് അവൻ്റെ ജീവിതം ഇരിക്കുന്നത്, നിങ്ങളായിട്ട് അവൻ്റെ ജീവിതം നശിപ്പിക്കരുത്, ഒരവസരം കൂടി അവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത അവരോട് സംസാരിക്കുകയാണ്. പിന്നീട് അവർ പറഞ്ഞു, ഇഷിത ഡോക്ടർ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം ഇഷിതയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ തീരും, എങ്ങനെയാ തീരുമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് ആദ്യം ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ആദ്യയുടെ അടുത്തേക്ക് രചന അങ്ങോട്ടേക്ക് വരുവാണ്. കൂടെ ആകാശം കൂടെ അങ്ങോട്ട് വന്നു. രചന വന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് സ്കൂളിൽ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. നീ ഒരു ചെറുക്കൻ്റെ മൂക്കിടിച്ച് പരത്തിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇതും പറഞ്ഞിട്ട് രചന വന്ന് ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, പ്രിൻസിപ്പൾ അവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് നിനക്കുള്ള, എന്താണെന്നറിയാവോ, നിന്റെ TC അതാ എഴുതി വെച്ചിരിക്കുന്നു പറയണം. ഇനിയിപ്പോൾ നിനക്ക് ആ സ്കൂളിൽ പഠിക്കേണ്ട കാര്യം വരത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു, മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. അല്ല മോൻ എന്തിനാ അവനെ തല്ലിയെന്ന് ചോദിക്കുകയാണ്. അവനെ തല്ലുക മാത്രമല്ല അവനെ കൊല്ലണ വെച്ച് കൊല്ലുക ചെയ്യണ്ടേ, അവൻ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ എന്നോട് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്ത് കാര്യങ്ങൾ? അവൻ മനഃപൂർവ്വം എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ദേ ആദി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറയണം. ഈ സ്കൂളിൽ നിന്നും കൂടെ നിനക്ക്
ടീസ് കിട്ടുകയാണെങ്കിൽ പിന്നെ നീ എവിടെ പോയി പഠിക്കുമെന്ന് ഓർത്തായിരിക്കുന്നത്. ഇത് കേട്ടിച്ചപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, എനിക്ക് പഠിച്ചാലും കൊള്ളാം പഠിച്ചില്ലേലും കൊള്ളാം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ പ്രശ്നമായിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നാൽ ഇനിയും ഞാൻ തല്ലൂന്ന് പറയണം. രചന പറഞ്ഞു, നീ കാരണം എനിക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. നാളെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പേരൻസിനോട്, നാളെ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, സ്കൂളിലേക്ക് ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ രചന ചോദിച്ചു, നീ എന്താടാ പറഞ്ഞേ? ഞാൻ സത്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, നിനക്കൊരു ഡാഡിയുള്ളൂ, എന്നിട്ടാണോ 2 ഡാഡിമാർ? എൻ്റെ സ്കൂളിൽ എന്തെങ്കിലും മീറ്റിംഗ് വെച്ചാലും 2 ഡാഡിമാർ വരും. കുട്ടികൾ എന്നെ ആ കാര്യം പറഞ്ഞാൽ കളിയാക്കണമെന്ന് പറയും. ഏത് കുട്ടികൾ? അതൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം അമ്മയോട് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഈ നാണക്കേട് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, എടാ നിനക്കൊരു ഡാഡിയല്ലേ ഉള്ളൂ, പിന്നെ ഈ നിൽക്കുന്ന ആരാന്നറിയാവോ? ഇതിൻ്റെ അങ്കിളല്ലേ നിൽക്കും. അങ്കിളോ? അങ്കിളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? സഹോദരൻ എന്നല്ലേ? പക്ഷേ ഈ ആകാശങ്ങൾ എൻ്റെ സഹോദരൻ, അമ്മയുടെ സഹോദരനാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം രചന ഞെട്ടിപ്പോയി. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രചന പെട്ടെന്ന് തന്നെ ആകാശിനെ നോക്കുകയാണ്. ഈ സമയത്ത് ആദ്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ സ്കൂളിലേക്ക് ആരും വരണ്ട, എനിക്ക് 2 ഡാഡിമാരുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോകണം. രചന ആകാശിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ അവൻ പറഞ്ഞത്? കേട്ടോ, എല്ലാത്തിനും ഉത്തരവാദിത്തം നീ ഒറ്റ ഒരുത്തൻ ആകാശം എന്ന് പറയണം. നിന്നോട് ഞാൻ എപ്പം മുതൽ പറഞ്ഞാൽ എൻ്റെ കഴുത്തിൽ താലി ആർത്താനിട്ട്, എന്നിട്ട് നീ താലി ആർത്തിയോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, പിന്നെ ഞാനൊന്നും അല്ല ഉത്തരവാദി, നീ തന്നെയാന്ന് പറയണം. രചനയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഇതിൻ്റെ പേരിൽ 2 പേരും കിടന്നിട്ട് അവിടെ ഇവിടെ കിടന്നുണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അവസാനം ആകാശ് പറഞ്ഞു, അവൻ്റെ ഡാഡിയെ വേണേ ഒരു കാര്യം ചെയ്യുക, നീ അവൻ്റെ കൂടെ പോയി താമസിക്കുക, ആ മഹേഷിൻ്റെ കൂടെ, അതോ നടക്കുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെ ആകാശ് കരുതിയിരിക്കുന്ന അല്ലേന്ന് ചോദിക്കണം. പിന്നല്ലാതെ ഇമാതിരി കേസുകളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോയി. രചനയ്ക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ആദ്യം തൻ്റെ കൈവിട്ട് പോവാണോ എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുവാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആദ്യം തനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചിപ്പീനെ നഷ്ടപ്പെട്ട പോലെ തന്നെ ഇനി ആദ്യം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് രചനയുടെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.